ഹലോ. ഇപ്പൊ എങ്ങനെ? വലിയ വേദന തോന്നുന്നുണ്ടോ? സാരമില്ല ഡോക്ടർ, സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഓക്കെ. ബുള്ളറ്റ് കൊണ്ടുള്ള ഊണ്ടൊക്കെ പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്നാ തന്റെ സീനിയർ വിളിച്ച് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ. താങ്ക് യു ഡോക്ടർ, ഇതെനിക്ക് നേരിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓ, എങ്കിലായിക്കോട്ടെ. കാലിന് ചെറിയ നീരുണ്ട്. കൂടുതൽ അനക്കാനോ ബലം കൊടുത്ത് നടക്കാനോ ശ്രമിക്കരുത്. നീര് കൂടാൻ അത് മതി. കാല് നിവർത്തി വെച്ച് കിടക്കുകയോ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുകയോ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ തലവേദനയോ പനിയോ വന്നാൽ കഴിക്കാൻ ഞാനൊരു ഗുളിക എഴുതിയിട്ടുണ്ട്. കാലിലെ മുറിവ് അത്ര വലിയ പ്രശ്നമല്ലെങ്കിലും പൂർണ്ണമായി തന്നെ വിശ്രമിക്കണം, എന്നാലേ പെട്ടെന്ന് കരിയും. ശരി ഡോക്ടർ, വിശ്രമിച്ചോളാം. നേരത്തെ എടുത്തൊരു ഇഞ്ചക്ഷൻ കാരണം ഒരു മയക്കം തോന്നാം. കിടന്നുറങ്ങിക്കോളൂ. ചില മരുന്നുകൾ വാങ്ങാനുണ്ട്. അതിനാര് പോവും? ഇവിടെ വേറെ ആരും കണ്ടില്ലല്ലോ. സാരമില്ല ഡോക്ടർ, ഞാൻ ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ചോളാം. ഓക്കെ, താങ്ക്സ്. യു ആർ വെൽക്കം. നിന്നെ ഇപ്പോഴും മുഴുവനോടെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ നിന്റെ ഒരവയവം എനിക്കിപ്പോൾ വേണം. നീ കാണിക്കുന്ന അഹങ്കാരത്തിനുള്ളൊരു ശിക്ഷ അത്ര തന്നെ. നാഥയുടെ വിധി ഞാൻ എഴുതി കഴിഞ്ഞു. ഞാൻ ബന്ധിക്കുന്ന താലിക്ക് കീഴടങ്ങി ജീവിക്കാൻ അവളുടെ വിധി. ഞാൻ എഴുതുന്ന വിധി ഞാൻ തന്നെ നടപ്പാക്കും. അയാൾ രാധയുടെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് രാധയെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുണ്ടായിക്കൂടാ. അയാൾ രാധയെ കണ്ടെത്തിയാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. രാധയെ രക്ഷിച്ചേ പറ്റൂ. അയാളുടെ ഭീഷണിയെക്കുറിച്ച് അവൾക്ക് ബോധം ഉണ്ടാവണം. അത് നേരിട്ട് തന്നെ പറയണം അവളോട്. ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കാര്യം. ഹലോ, എന്തായി ഫസ്റ്റ് നൈറ്റിലുള്ള ബെഡ്റൂം ഡെക്കറേഷൻ? വേണമെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ടേ. ഞാനൊരു ആർട്ടിസ്റ്റാ, പടം വരയ്ക്കുന്ന കലാകാരി. ഞാനൊരു കട്ടിലൊരുക്കുമ്പോ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടാവണം. കലാവാസന ഇല്ലാത്തവരെ ഇതിലൊക്കെ തൊട്ട അലങ്കോലമാക്കരുത് പ്ലീസ്. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ലേ, വിട്ടുകള. പക്ഷേ ഇതുപോലൊരു ആദ്യരാത്രിയും ഇങ്ങനൊരു കട്ടിലും അലങ്കരിക്കാനുള്ള പൂക്കളും, അതാണ് എൻ്റെ സ്വപ്നം. അന്നും നീ തന്നെ വേണം അത് കലാപരമായിട്ട് വന്ന് അലങ്കരിക്കാൻ. ആ ദിവസം വരട്ടെ, അന്ന് ആലോചിക്കാം നമുക്ക്. ഫ്രീ ഡേറ്റ് ഉണ്ടെങ്കിലേ വരാൻ പറ്റൂ. ഓ, അവളുടെ ഒരു ജാട. അതെ,
ഇനി ആ ദിവസം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. മുരളിയേട്ടനെ ആരതിയേട്ടനെയും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയം അവതരിപ്പിക്കാം. എന്താ അതുപോലെ? ആ അതൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്കിപ്പോ ഇതിലൊന്നും അങ്ങനെ തിരക്കൊന്നുമില്ല. ആഹാ, എന്നാ എനിക്ക് തിരക്കുണ്ടെങ്കിലോ? ആണോ? എങ്കിൽ തിരക്കുള്ളവര് മുൻകൈയെടുത്ത് കാര്യങ്ങൾ നീക്കണം. എല്ലാത്തിനും വല്യച്ചയുടെ പ്രസാദേട്ടന്റെ അനുവാദം ഉണ്ടാവണമെന്ന് മാത്രം. ഓ, അതിനെന്താ ഒരു പ്രയാസം? അവരും വീട്ടുകാരറിഞ്ഞ് മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചവരൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ആദ്യം നീ എന്ന് എന്റെ കാര്യത്തിൽ മനസ്സ് വെക്കി. നമുക്കും ഇതുപോലൊരു രാത്രി, ഇതുപോലൊരു മുറിയിൽ ഇതുപോലത്തെ കുറെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ എന്താ ഇവിടെ? കൊള്ളാം. നീ ഇവിടെ അഭിനയ റോമിയോടെയും കാസിനോടെയും റോള് കളിക്കുകയാണല്ലേ? എന്നാ ഇപ്പോഴേ മനസ്സിലായിക്കോ, നീ ഇടയ്ക്കിരിക്കുന്ന കട്ടിലും മുറിയും ഒക്കെ പ്രസാദിന്റെ അഞ്ജലിയും ആദ്യ രാത്രിക്കുള്ളതാണ്, നിനക്കുള്ളതല്ല. അയ്യോ പുഷ്പൻ ചേട്ടാ, ഞാൻ എങ്ങനെയൊന്നും. വേണ്ട 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 വേണ്ട. നീ ഇവിടെ വലിയ ന്യായം പറയാനും കൈയ്യാനും നിൽക്കണമെന്നില്ല. ഈ വീടൊരുങ്ങുന്നത് ഇവന്റെ ചേട്ടന്മാരുടെയും മോളുടെ ചേച്ചിമാരുടെയും ആദ്യ രാത്രിക്ക് വേണ്ടിയാ. ആ വിചാരത്തോടെ വേണം കാര്യങ്ങളൊക്കെ സമീപിക്കാൻ. ഒരു കാര്യം ചെയ്, ആദ്യം നീ പുറത്തു പോയട്ടെ. നിക്കണ്ട, പോ പോ പോ. ഞാനിവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ. ഇനിയിപ്പോ ഒരു ഇവന്റിന് ഫസ്റ്റ് നൈറ്റിന്റെ റൂം ഡെക്കറേഷനും ബെഡ് അലങ്കാരവും ഒക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ട നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അതിനു വേണ്ടിട്ട് എല്ലാം ഒന്ന് നോക്കി പഠിക്കാൻ വേണ്ടി. മതി 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 മതി. നീ എന്ത് പഠിക്കായിരുന്നു, എന്തൊക്കെ പഠിപ്പിക്കായിരുന്നു എന്ന് ഞാൻ കണ്ടു. നീ പുറത്തു പോകുന്നോ അതോ ഞാൻ മൂത്തവനെ വിളിക്കണോ? അയ്യോ പ്രസാദേ. അയ്യോ വേണ്ട പുഷ്പൻ ചേട്ടാ, ഞാൻ പൊയ്ക്കോളാം. അതിനു മുമ്പ് ഞാൻ പൊക്കോളാം. അതുപോരെ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. നിക്കേ, നീ എവിടെ പോകുന്നു? അപ്പൊ ബാക്കി ആൾക്കാർ ആര് ചെയ്യും? നീ പോണ്ട. വായി കട്ടില് പിടി, നീക്കിയിടാൻ കുറച്ചുകൂടി. ഇങ്ങോട്ട് പിടിക്കടാ. ആ ആ. അതേ, ആരതി മാത്രം ഒരുങ്ങിയ പോരാ, ആദ്യ രാത്രിയും ശാന്തി മുഹൂർത്തം രണ്ടുപേർക്കും ഉണ്ട്. നീയും കൂടി ഇങ്ങോട്ട് വന്നിരുന്നേ. ആ വന്നേ സീതമ്മ, നിന്നെയും ചെറുതായിട്ടൊന്ന് ഒരുക്കട്ടെ ഞാൻ. ഇവിടെ ഇരിക്കെ. രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും ഉള്ള ബന്ധത്തിന്റെ അവകാശവും സ്വാതന്ത്ര്യവും വെച്ച് എനിക്ക് രണ്ടാളോടും ചിലത് പറയാനുണ്ട്. രണ്ടുപേരുടെയും പുരുഷന്മാർ നേരത്തെ തന്നെ നിങ്ങളെ അടുത്തറിയാവുന്നവരാണ്. എങ്കിലും പുത്തൻ ജീവിതമാവുമ്പോ പുതിയ ആൾക്കാരോടെന്ന പോലെ തന്നെ വേണം അവരോട് ഇടപെട്ട് തുടങ്ങാൻ. അവരെ ബഹുമാനിക്കണം. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ പോലും എതിർപ്പ് പാടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സീതമ്മ നല്ല പരിചിതയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഒരുപാട് കല്യാണം കഴിച്ചവരെ പോലെ. ഒരു കല്യാണം തരുന്ന അനുഭവം മതി അഞ്ജലി ഒരുപാട് പേരെ ഉപദേശിക്കാൻ. ദാമ്പത്യത്തിന്റെ താക്കോലിരിക്കുന്നത് ഉത്തരത്തിലും എടുപ്പിലും നടപ്പിലൊന്നും അല്ല. അത് രണ്ടേ രണ്ടിടത്താണ്, കിടപ്പറയിലും അടുക്കളയിലും. ഈ രണ്ടിടത്തും പാളിച്ച പറ്റിയില്ലെങ്കിൽ ദാമ്പത്യം ജയിച്ചു എന്ന് തന്നെ പറയാം. അവിടെ പാളിയാ തകർന്നു. ആരതി വേണം അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കാൻ.
സീതമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ മോള് നിന്റെ മുൻകോപമൊക്കെ അവസാനിപ്പിക്കണം. മുരളി നല്ലവനാ, നിന്നോട് അവന് വലിയ ഇഷ്ടമുണ്ട്. മറ്റൊന്നും വേണ്ട, നീ അവനെ വെറുക്കാതിരുന്നാ മതി. പുതിയൊരു ജീവിതമാ. ഇഷ്ടം കൊടുത്തും തിരിച്ചു വാങ്ങിച്ചും മുന്നോട്ടു പോയാലേ ജീവിതം ഉണ്ടാവൂ. സീതമ്മ പറഞ്ഞത് ഓർത്തു വെച്ചോ. ഭർത്താവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ പാടില്ല ഭാര്യമാര്. ആ പാലെടുത്ത് 2 ഗ്ലാസ്സിലൊഴിച്ച് ട്രെയിൽ വെച്ച് എടുത്തോണ്ട് വാ. മുല്ലപ്പൂവാണ് രണ്ടുപേരും ചൂടിയിരിക്കുന്നത്. മുറിയിൽ ഇതിന്റെ മണം പറക്കുമ്പോ എന്താ തോന്നുന്നെന്ന് പറയാനാവില്ലല്ലോ. ആദ്യം ആരതി മോളെ മുറിയിലാക്കാം. ദാ, വാ. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസമാണിതെന്ന് എന്റെ മോള് മനസ്സിലാക്കണം. നമുക്കൊപ്പം ഇല്ലെങ്കിലും അച്ഛനും സുഭദ്രാമ്മയൊക്കെ അങ്ങ് സ്വർഗത്തിലിരുന്ന് ഈ സന്തോഷം കാണുന്നുണ്ടാവും. പിന്നെ പറഞ്ഞ കാര്യങ്ങള് പ്രത്യേകം ഓർമ്മ വെച്ചോളണം. മുരളിയുടെ ഇഷ്ടത്തെ അടുപ്പത്തെയും ഇഷ്ടം കൊണ്ടും അടുപ്പം കൊണ്ടും തന്നെ സ്വീകരിക്കണം. വഴക്കുണ്ടാക്കരുത്. ചെല്ല. വാ. ആരതിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും നിന്റെ ഈ വിവാഹ തീരുമാനം ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ പറയും. പ്രസാദ് പരമയോഗ്യനായ ഒരു പുരുഷനാണ്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാനിത് പറയുന്നത്. ഏതൊരമ്മയെ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു മരുമകൻ ഉണ്ടാകണമെന്നായിരിക്കും. ഞാനും അത് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ സന്തുഷ്ട ജീവിതമാണ് ഇനി ആരതിക്കും മുരളിക്കും ആര്യയ്ക്കും ഒക്കെ വഴി കാട്ടേണ്ടത്. ഈ ജീവിതം കണ്ടുകണ്ട് അവരവരുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തട്ടെ. ചെല്ല. ഭഗവാൻ നിനക്ക് നല്ലതേ വരുത്തൂ.
ഈശ്വര, 5 മണിവരേക്ക് കയറിയതല്ലേ ഉള്ളൂ. ഈ കുട്ടി പ്രശ്നമാണല്ലോ. കരയാതെ മോനെ. അഞ്ജലിയെ കാണണമെന്ന് ഇവൻ നിർബന്ധം പിടിച്ച അവരുടെ ആദ്യ രാത്രി നശിച്ചത് തന്നെ. കരയില്ല മോനെ, ഇപ്പൊ അമ്മയെ കാണാം കേട്ടോ. എന്താ ടീച്ചറെ ഈ നേരത്ത്? ഓ, ഒന്നും പറയണ്ട പുഷ്പൻ ചേട്ടാ. ദേവൻ കരച്ചിലോട് കരച്ചില്ല. അമ്മയെ കാണുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ശാഠ്യം പിടിച്ചിരുന്നു. വൈകിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഒറ്റ പിടിവാശിയാ. ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കരണ്ടട്ടാ. ആഹാ, ആരെ ഇത്? അച്ചൂട്ടനോ? എന്റെ അമ്മ എവിടെ സീതമ്മ? എനിക്ക് അമ്മയെ കാണണം. ഇപ്പൊ കാണണം എനിക്ക് അമ്മ. എവിടെ എന്റെ അമ്മ? കാണാം കാണാം, കരയാതെ നിക്ക്. കരയല്ലേ? അയ്യേ, കരയാണോ? എന്ത് ഗീത ഇത്? കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ? അവരെ ഒന്ന് മുറിയിലേക്ക് ആക്കിയതേ ഉള്ളൂ. ഈ നേരത്തെ കുഞ്ഞിനെയും കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ, സീതേച്ചേനെ അവനൊന്ന് നോക്ക്. ഉച്ച തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല. കരച്ചിലോട് കരച്ചില്ല. ഇനി ഞാൻ അവനെ അവിടെ വച്ചോണ്ടിരുന്നാലേ വല്ല അസുഖവും വരും. അതിനുത്തരം പറയാനൊന്നും എനിക്ക് വയ്യ. പേടിച്ചിട്ടാ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ എവിടെ സീതമ്മേ? എനിക്ക് അമ്മയെ കാണണം. അമ്മയുണ്ട്, കാണാം നമുക്ക്. മോൻ വാശി പിടിക്കാതെ. ശരി സീതേച്ചി, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ദേ അച്ചൂട്ടാ, നല്ല കുട്ടിയായിരിക്കണം. സീതമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് കരഞ്ഞു ബഹളം വയ്ക്കാതെ സുഖമായിട്ട് ഉറങ്ങി നാളെ സ്കൂളിൽ വരണം കേട്ടോ. ചേച്ചി, പേരൊന്നും വിചാരിക്കരുതേ. നിവൃത്തികേടുകൊണ്ടാ അവൻ ഈ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവന്നത്. എനിക്കാണെങ്കിൽ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനുള്ളതാ. ആ, നീ പൊയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി ചേച്ചി. ശരി. കുട്ടി അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? നോക്കട്ടെ എന്ത് ചെയ്യാനാവുന്ന. ആദ്യം ഞാൻ എന്റെ അച്ചൂട്ടന് ഭക്ഷണം കൊടുക്കും. അതിനുശേഷം ഒരു ഗ്ലാസ് പായസവും കൊടുക്കും. അതും കഴിച്ച് വയറ് ബൂംന്നാക്കിയിട്ട് വേണം അച്ചൂട്ടന് അച്ചൂട്ടന്റെ അമ്മയെ കാണിച്ചു കൊടുക്കാൻ. പാടാ അച്ചൂട്ട. സീതമ്മ ഇന്നിവിടെ നിന്നത് മഹാഭാഗ്യമായി. ഞാൻ മാത്രമായിരുന്നു ഓടിപ്പോയാന്. മേഘനാഥ, സമയം എത്രയെന്നറിയോ? ഇന്ന് അത്താഴം പോലും കഴിച്ചിട്ടില്ല നീ. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭവാനിയമ്മ. ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ ഓരോരോ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? ആര്യാക്കാൻ ആരനുസരിക്കേ. മേഘനാഥ, മോനെ എന്ത് ഭാവിച്ചാ നിന്റെ ഈ ഇരിപ്പ്? ചത്തുപോയ പെണ്ണിന്റെ ഫോട്ടോയിൽ നോക്കി മയങ്ങിയിരിക്കുന്ന നീ തൃപ്പങ്ങോട്ട് നടക്കാൻ പോകുന്നത് എന്താണെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ആ ദേശത്ത് നമ്മുടെ സ്ഥാനം ഇടിയുകയാ. നാട്ടുകാരുടെ ഭയഭക്തി ബഹുമാനങ്ങളെല്ലാം അസ്തമിച്ചു തുടങ്ങി. ഇനിയിപ്പോ ആ രാധ കോടതി വിധി നടപ്പാക്കി സ്വത്തൊക്കെ ഏറ്റെടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലേ നാട്ടുകാർ മൊത്തം അവളുടെ കൂടെ കൂടും. അതോടെ ഇന്നലെ വരെ ഭരിച്ച നമ്മുടെ സാമ്രാജ്യം ഒന്നുകൂടി തകരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും മുമ്പ് അവളെ തീർക്കാതെ നീ ഈ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെള്ളം ഇറക്കി ഇരിക്കുകയല്ല വേണ്ടത്. എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഭവാനിയമ്മേ, പഴയ കാലവും നല്ലത്.
നാട്ടുകാർക്ക് അത്യാവശ്യം തൻ്റെയുടെ വന്നിട്ടുണ്ട്. സുഭദ്രാമ്മയുടെ അനിയത്തിമാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരാവേശത്തിൽ വന്ന ഓർമ്മയുണ്ടല്ലോ. അവർ കേസ് പറഞ്ഞ് അവകാശം സ്ഥാപിച്ചെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ആവേശം കൂടി. അങ്ങനെ ഒരവസ്ഥയിൽ ആ കുട്ടികളെ ഇല്ലാതാക്കാൻ നമ്മൾ ഒരുങ്ങുന്നെങ്ങാനും നാട്ടുകാരറിഞ്ഞ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തമ്പുരാനും തമ്പുരാട്ടി കളിക്കാതെ